ഈ സെലിബ്രിറ്റീസിന്റെ ഇതിന് മാത്രം ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് എന്തിനാണ് ഇത്? ഇതുകൊണ്ട് എന്താണ് ഒരു കാര്യമുള്ളത്? ഇത് ഫേസ്ബുക്കിലിട്ടാൽ ഏറിപ്പോയാൽ $1 കിട്ടിയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു മരിച്ച വീട്ടിലൊക്കെ ഇന്നലെ കാട്ടിക്കൂട്ടിയത്. ശരിക്കും മലയാളികളെ തനി സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്നലത്തെ ഒറ്റ ദിവസം നോക്കിയാൽ മതി. 7-ാം തീയതി സലീം കുമാർ മരിച്ചവർ ഒറ്റ ദിവസം നോക്കിയാൽ മതി. രാവിലെ സലീം കുമാർ ഹോസ്പിറ്റലിലാണെന്നുള്ള പോസ്റ്റ് വന്നപ്പം കുറച്ച് ഇന്നലെ എല്ലാവരും പൊതുവെ ഓൺലൈൻ മീഡിയനെ വല്ലാതെ കുറ്റം പറഞ്ഞല്ലോ. ഓൺലൈൻ മീഡിയയിലേക്ക് വരാം, പക്ഷെ ജനങ്ങളെ കയ്യിൽ കൂടെ അറിയണ്ടേ. സലീം കുമാർ ആശുപത്രിയിലാന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ പോസ്റ്റിന്റെ അടിയിൽ എന്തൊക്കെ കമന്റ് വന്നത്, സീരിയസ് ആണെന്നുള്ളത്. ഞാൻ കമന്റ്സ് കുറച്ചെണ്ണം ഞാൻ കാട്ടിത്തരാം. ഇത്രയും കമന്റ് ഒക്കെ ഇട്ടിട്ട് പിന്നെ സലീം കുമാർ മരിച്ചു. പുള്ളി മരിച്ചപ്പം അവിടേക്ക് ഫോണുമായിട്ട് ചെന്നിട്ട് ദിലീപ് അവിടേക്ക് വരുന്ന ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ദിലീപിന്റെ ഒക്കെ അവസ്ഥ ഇത്. ഈ ഫോട്ടോ പുള്ളി അവാർഡ് നൈറ്റിലേക്ക് കയറി പോകുന്നല്ല, പുള്ളിയുടെ എത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു ഫ്രണ്ട് മരിച്ചിട്ട് ഒന്ന് കാണാൻ പോകുന്നൊരു ഫോട്ടോ ആണിത്. അവിടേക്ക് എന്തൊക്കെ കോലാഹലം അറിയോ? ഈ മൊബൈലുമായിട്ട് കയറി ചെന്നിട്ട് ആൾക്കാർ മൊബൈലിൽ ഇതിന് മാത്രം വീഡിയോസും ഫോട്ടോസും നമ്മുടെ ഫോണിൽ എടുത്തു വെച്ചിട്ട് എന്താ കാര്യം? അതും ദിലീപിന്റെ അല്ലെങ്കിൽ അവിടെ പിഷാരടിയുടെ VD സതീശന്റെ ഒക്കെ ഇത്രയൊക്കെ ഫോട്ടോസ് എടുത്തു വെച്ചിട്ട് എന്താണ് ഇവർക്ക് ഇതുകൊണ്ട് എന്തൊരു കാര്യമുള്ളത്? ഇനി നമ്മൾ കേരളം മുഴുവൻ കോമാളി എന്ന് വിളിച്ച് നമ്മൾ മക്കാറാക്കി, പല സ്ഥലത്തും വിളിച്ച് മക്കാറാക്കാൻ അലിൻ ജോസ് പെരേരയൊക്കെ ഇന്നലെ പൊതുദർശനത്തിന് വന്നൊരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. നല്ല ഡീസന്റ് ആയിട്ട് വന്നിട്ട് പുള്ളി മാന്യമായിട്ട് പുള്ളീന്റെ പരിപാടി ചെയ്തു പോയി. ശരിക്കും ഇവനൊക്കെയുള്ള വിവരവും വിവേകത്തിന്റെയും 1% പോലും ഇന്നലെ അവിടെ വന്ന ഓൺലൈൻ മീഡിയക്കാർക്കോ അവിടുത്തെ നാട്ടുകാരാ തോന്നുന്നുണ്ട്, നാട്ടുകാർക്കൊന്നും ഇല്ല. ഇനി ഈ ഒരു കണ്ടന്റ് സലീം കുമാർ മരിച്ചു എന്നുള്ള കണ്ടന്റ് ആവശ്യത്തിലധികം റീച്ച് ആവാത്തതുകൊണ്ടാണോ വ്യൂ കിട്ടാനായിട്ടാണോ അറിയില്ല. ഇതിന്റെ ഇടയിൽ കൂടെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ദിലീപ് ഒന്നിച്ചു വന്നപ്പോൾ ചില തുരപ്പന്മാർ കൊടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ കാണിച്ചത്. ഇതൊക്കെ മലയാളികളാണ്. മലയാളികൾ ഭയങ്കര തമിഴന്മാരെക്കാളിലും കന്നഡക്കാരെക്കാളിലും ഒക്കെ എത്രയോ മെച്ചമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കാണണം. ഈ പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയേ. ഈ ക്യാപ്ഷൻ ശരിക്കും വായിച്ചിട്ട് ഈ പോസ്റ്റ് കാണുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഒരു ചെങ്ങായി വന്ന് എടുത്ത് സെൽഫി എടുത്തിട്ട് പോകുന്നതാണ്. ഇനി ഇത്രയൊക്കെ ഉപദ്രവം അവിടെ ചെയ്തിട്ട് ലാസ്റ്റ് സലീം കുമാറിന്റെ മകൻ ഒന്ന് ചൂടായി. ആ വീഡിയോ നോക്കാം. ഇത് പുള്ളി സഹി കേട്ടിട്ടാണ്. കാരണം ശ്രീനിവാസൻ മരിച്ചപ്പോഴും കലാഭവൻ നവാസ് മരിച്ചപ്പോഴും ഇന്നസെന്റ് മരിച്ചപ്പോഴും ഒക്കെ ഇതാണ് അവസ്ഥ. ഈ മൊബൈലിൽ ഓൺലൈൻ ചാനൽ അല്ലെങ്കിൽ ഓൺലൈൻ റിപ്പോർട്ട് പുതിയ ഓരോരുത്തന്മാരെ ഫോണായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ അവര് വരുന്നത് മനസ്സിലാക്കുക. പക്ഷെ ഈ നാട്ടുകാരെന്തിനാണ് ഈ ഫോൺ എടുത്തിട്ട് ഇത്രയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു വെക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഈ ഒരു സംഭവത്തിൽ സലീം കുമാറിന്റെ മകൻ ചന്തു ചൂടായാൽ പുള്ളിന് ഒരു തെറ്റും പറയാൻ പറ്റില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ മീഡിയക്കാർ വീണ്ടും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി കഞ്ചാവ് അടിച്ച് ചൂടായതാന്ന് പറഞ്ഞു. ഏത് പുള്ളീന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോ പുള്ളി പോയിട്ട് ജോയിന്റ് അടിച്ച് വന്നിട്ട് ആൾക്കാരോട് ചൂടാവല്ലേ. അത് കഴിഞ്ഞിട്ട് രാത്രി മാറിയിട്ട് അവര് ക്വിസൊക്കെ ഇട്ടു. ഇതിൻ്റെ അകത്ത് ചന്തു ചൂടായത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചിട്ട് വേറൊരു വീഡിയോ. എന്ത് മനുഷ്യന്മാരാണോ?